അസ്സലാമു അലൈക്കും. വെൽക്കം ടു സബൂറാസ് വേൾഡ്. അപ്പോൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് തക്കാളി റോസ്റ്റാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന തക്കാളി റോസ്റ്റ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അതിനായി ഒരു പാൻ ചൂടാക്കാൻ വെച്ച് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ചെറുതായി എരിഞ്ഞ വെളുത്തുള്ളി ഇട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 3-4 പച്ചമുളക് അരിഞ്ഞതും 3 സവാള അരിഞ്ഞതും ഇട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ഇളക്കണം. അത് കാണിച്ചിട്ടില്ല. ഉപ്പും കൂടി ചേർത്ത് ഇളക്കുമ്പോൾ സവാള പെട്ടെന്ന് വാടിക്കിട്ടും. കാണുമ്പോൾ സവാള കൂടുതലുള്ള പോലെ തോന്നും, പക്ഷേ ഇത് റെഡിയായി കഴിയുമ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ. കുറച്ച് വേപ്പിലയിട്ട് ഇളക്കി കൊടുക്കാം. ഇതിൽ എണ്ണ അല്പം കുറവാണ്. നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. സവാള വാടിയിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. അഞ്ച് വലിയ തക്കാളി ചെറുതായി അരിഞ്ഞതിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഇപ്പോൾ എല്ലാം നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് നന്നായി ഇളക്കിയ ശേഷം മൂടി വെക്കാം. ഇടയ്ക്ക് മൂടി തുറന്ന് ഇളക്കി കൊടുക്കാം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ചെറിയ സ്പൂണിൽ 1/2 സ്പൂൺ കുരുമുളക് കൂടി ചേർക്കാം. ഇതിൽ കുറച്ച് എണ്ണയും ഒഴിച്ച് ഇച്ചിരി വേപ്പിലയും കൂടി ഇട്ട് മൂടി വയ്ക്കാം. ഇനി സ്റ്റൗ ഓഫാക്കിയേക്കാം. രണ്ട് 3 മിനിറ്റ് കഴിഞ്ഞ് മൂടി ഒന്ന് തുറന്നിളക്കുക. ദേ തക്കാളി റോസ്റ്റ് റെഡി. ഇനി ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.